ആനുവൽ എക്സാം വരുന്നതുകൊണ്ട് അതിൻ്റെതായ കുറേ പണികളൊക്കെ ഉണ്ട്. എല്ലാമൊക്കെ ചെയ്ത് വളരെ ടയേർഡായിട്ടാണ് സ്കൂളിൽ നിന്ന് വരുന്നത്. അതിൻ്റെ കൂടെ എന്താ ചൂട്, മാർച്ച് മാസം അതേ ഉള്ളൂ, ഏപ്രിൽ മെയ് മാസത്തെ ചൂട് അനുഭവപ്പെടാൻ തുടങ്ങി. സ്കൂളിൽ നിന്ന് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് ഇതേ നമ്മുടെ പറ്റിപ്പഴം പഴുക്കാൻ തുടങ്ങി. ഈ പഴം അധികം പഴുക്കാതെ തിന്നുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ ഒരു പഴമൊക്കെ കഴിച്ച് നേരെ ചായടിയിലേക്ക് തുടങ്ങി. ചായ ഇടാൻ പാലെടുക്കാൻ ഫ്രിഡ്ജ് വന്നപ്പോൾ ദേ മുട്ട ഇരിക്കുന്നത്. എന്നാൽ മുട്ട കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ? വെജിറ്റബിൾസ് എല്ലാം കുനൂന അരിയണം. കുനൂന അരിയുന്നൊരു സാധനം കുറേ നാൾ കൊണ്ട് വാങ്ങണമെന്ന് വിചാരിച്ചാൽ ഇതുവരെ നടന്നില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന നല്ല ചോപ്പർ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഫ്രിഡ്ജിൽ തണുത്ത് വിറങ്ങലിച്ചിരുന്ന മുട്ടയുടെ തലയ്ക്ക് 2 തട്ടും കൊടുത്ത് പാത്രത്തിലേക്ക് ഒഴിച്ചു. അല്പം കുരുമുളകും ഉപ്പും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഒരു പാലിൽ നെയ്യ് ഒഴിച്ച് കുനൂന അരിഞ്ഞതിനെ അരിയാത്തതിനെ എല്ലാം ചേർത്തൊന്ന് വഴറ്റി വെച്ചു. ഇതിലേക്ക് ബീറ്റ് ചെയ്ത മുട്ടയും ഒഴിച്ച് ചെറിയ തീയിലൊന്ന് വേവിക്കാൻ വെച്ചു. ഹാഫ് കുക്ക് ആകുമ്പോഴത്തേനും ചില്ലി ഫ്ലേക്സും ചീസും ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എന്ത് പേര് വിളിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ഹെവിയായിരുന്നു. ഇന്നത്തെ അത്താഴം ഇതിലും കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ജോലികൾ ഇനി ബാക്കിയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. ഓക്കെ, ബൈ.